Hello my beauties, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തു കാണിക്കാൻ പോകുന്നത് എൻ്റെ വിന്റർ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീനാണ്. എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന ദിവസമാണെങ്കിൽ വീട്ടിലെത്തിയ ഉടനെ എൻ്റെ DIY മേക്കപ്പ് റിമൂവർ വെച്ചിട്ട് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യാറുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ വൈകിട്ട് കുളിക്കുമ്പോൾ എൻ്റെ DIY കോഫി സ്ക്രബ് ഇട്ടിട്ടാണ് കുളിക്കാറ്. അപ്പോൾ DIY കോഫി സ്ക്രബ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. പിന്നെ ഞാൻ കുളിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം എൻ്റെ കോഫി സ്ക്രബ് ഇട്ടിട്ട് ഫേസ് നന്നായിട്ട് സ്ക്രബ് ചെയ്യും. ആഴ്ചയിൽ ഒരു ദിവസമാണ് കേട്ടോ സ്ക്രബ് ചെയ്യേണ്ടത്. ഡെയിലി നമ്മൾ സ്ക്രബ് ചെയ്യാൻ പാടില്ല, സ്കിന്ന് കേടായി പോകും. ഓക്കെ, ഇപ്പോൾ സ്ക്രബിംഗ് ഒക്കെ നന്നായിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളുടെ ഡെഡ് സ്കിൻ സെൽസും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ആയിട്ടുണ്ടാവും. ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഒരു DIY ഫേസ് പാക്കാണ് ഇപ്പോൾ ഫേസിലിടുന്നത്. ഇത് ലിക്വറൈസ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഫേസ് പാക്കാണ് കേട്ടോ. ലിക്വറൈസ് സ്കിൻ ബ്രൈറ്റനിങ്ങിന് നല്ലതാണ്. പിന്നെ കരിവാളിപ്പ് ഉണ്ടെങ്കിൽ മാറാൻ നല്ലതാണ്. പിമ്പിൾ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും മാറ്റാനും ബെസ്റ്റാണ്. ഫേസ് പാക്കൊക്കെ ഡ്രൈ ആയി കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടോണിംഗ് ആണ്. ടോണറായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഡാബറിൻ്റെ റോസ് വാട്ടർ ആണ്. അപ്പോൾ ഒരു ചെറിയൊരു കോട്ടൻ്റെ പീസിൽ കുറച്ച് റോസ് വാട്ടർ എടുത്തിട്ട് ഫേസിൽ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം അത് ഡ്രൈ ആവാനായിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഫേസിൽ ടോണറൊക്കെ നന്നായിട്ട് അബ്സോർവ് ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് അപ്ലൈ ചെയ്യുന്നത് എൻ്റെ DIY നൈറ്റ് ക്രീമാണ്. ഇത് അലോവേര ജെല്ലും വൈറ്റമിൻ ഇ ക്യാപ്സൂളും വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു നൈറ്റ് ക്രീമാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വിൻ്ററിൽ മാത്രമല്ല ഞാൻ എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു നൈറ്റ് ക്രീമാണ്. ഇത് സ്കിന്ന് നല്ല ഗ്ലോ ആവാനും പിമ്പിൾസിൻ്റെ പ്രോബ്ലം മാറാനും പിന്നെ പിമ്പിൾസ് വന്നിട്ടുള്ള മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും മാറാനും നല്ലതാണ്. ഈ സെയിം ക്രീം തന്നെയാണ് ഞാൻ എൻ്റെ കണ്ണിന് ചുറ്റുമുള്ള ഏരിയയിൽ അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് വേറൊരു അണ്ടർ ഐ നൈറ്റ് ക്രീം അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ എന്നും മറക്കാതെ ചെയ്യുന്നൊരു കാര്യമാണ് കിടക്കാൻ പോകുന്നതിന് മുന്നേ 2 പുരികത്തിലും കാസ്റ്റർ ഓയിൽ അപ്ലൈ ചെയ്യുന്നത്. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പുരികം നല്ല കട്ടിയായിട്ട് വളരും. ലിപ്സ് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിപ് ബാം ഒന്നും യൂസ് ചെയ്യാറില്ല. വൈറ്റമിൻ ഇ ക്യാപ്സൂൾ എടുത്തിട്ട് അതിൻ്റെ ഓയിൽ എടുത്തിട്ടാണ് ലിപ്സിലൊക്കെ അപ്ലൈ ചെയ്യാറ്. ഇത് ലിപ്സിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കും. പിന്നെ നമുക്ക് കരിവാളിപ്പ് കാരണം ലിപ്സൊക്കെ കറുത്തു പോവില്ലേ, അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യും. പിന്നെ എപ്പോഴും നല്ല സോഫ്റ്റ് സ്മൂത്തായിട്ട് വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെയാണ് എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.